Hi everyone, welcome to Unfiltered Finance. So I've been thinking lately ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം ഓഡിയൻസോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് which should be unfiltered, unedited, clear, വളരെ റെലവൻ്റ് ആയിട്ടുള്ള സംസാരിക്കപ്പെടേണ്ട കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള ഉദ്ദേശം which obviously in the capital market, investment, trading domain അതല്ലെങ്കിൽ ഒരു മണി അറൗണ്ട് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രോഗ്രാമിൻ്റെ my ultimate idea is to actually learn from you guys and നിങ്ങൾക്കും എന്തെങ്കിലും ഒരു വാല്യൂ തരാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് വെൻ ഐ എം ട്രൈങ് ടു ഡിസ്കസ് അബൌട്ട് എ പെർട്ടിക്കുലർ ടോപ്പിക്, ഒബ്വിയസ്ലി നിങ്ങളുടെ വ്യൂസ് ഷെയർ ചെയ്യും. നിങ്ങൾ ഷെയർ ചെയ്യുന്ന വ്യൂസിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും എനിക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഞാൻ തരുന്ന വാല്യൂ എന്തെങ്കിലും പഠിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി കാഷ്വൽ ടോക്ക് അറൌണ്ട് ദിസ് ഡൊമൈൻ. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ദി അൺഫിൽറ്റേർഡ് ഫൈനാൻസ് ഫോർ ദി ഡേ. അപ്പം ഇന്നത്തേത് ഒബ്വിയസ്ലി US, ഇസ്രായേൽ, ഇറാൻ വാറാണ് ഏറ്റവും ഹോട്ട് സബ്ജക്റ്റ് വി നോ. ആൻഡ് ഇന്ന് മാർക്കറ്റ് ഹാസ് ഗ്യാപ്ഡ് അപ്പ്. ആക്ച്വലി ഇന്ന് മാർക്കറ്റ് ഹാസ് ഗ്യാപ്ഡ് അപ്പ് ഒരു പോസിറ്റീവ് സ്റ്റാർട്ട്. കാരണം പ്രീവിയസ് ഡേയ്സ് മാർക്കറ്റ് 2 ദിവസമായിട്ട് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ചെയ്തു. ഗ്യാപ്പ് അപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ള റീസൺ മോസ്റ്റ് പ്രോബബ്ലി വുഡ് ബി ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് ഹി സേ ദാറ്റ് ദി വാർ ഇസ് പ്രിറ്റി മച്ച് ഓവർ. ബിക്കോസ് US-ൻ്റെ ഒരു ഐഡിയ ദേ ഹാവ് ഓൾമോസ്റ്റ് ഡിഫീറ്റഡ് ഇറാൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് അവർ പറയുന്നത്. അതേപോലെ നമുക്ക് ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് കൂടി നമ്മൾ സംസാരിക്കേണ്ടതെന്ന് പറയുന്നത് ഒന്ന് ഓയിലിൻ്റെ പ്രൈസാണ്. ഓയിലിൻ്റെ പ്രൈസ് സർജ് ടു ഇഫ് ഐ എം നോട്ട് റോങ് $115. അപ്പം $115 നിന്നും ഈ ഓയിൽ പ്രൈസ് ക്ലോസ് ടു 80-85 തിരിച്ച് വന്നു, വില കുറഞ്ഞു. ഇതിൻ്റെ റീസണും ട്രംപിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റും അതോടൊപ്പം G7 കൺട്രീസ് അവരുടെ റിസർവ് ഓയിൽ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞതുമാണ്. അപ്പം ഈ റിസർവ് ഓയിൽ യൂസ് ചെയ്യുക എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഓവർ ഇഫ് ഐ എം നോട്ട് റോങ് $1.3 ബില്യൺ മുകളിൽ വരുന്ന എന്താ പറയുക ഓയിലുണ്ട്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് എ ചേഞ്ച്. ഇനി ഓബ്വിയസ്ലി നമുക്ക് യൂഷ്വലി ഓയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പം വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ആക്ച്വലി എങ്ങനെയാണ് ഓയിലിൻ്റെ പ്രൈസ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സി, ഇന്ത്യ ഇസ് എ കൺട്രി വിച്ച് റിലേ ഹെവിലി ഓൺ ഓയിൽ ഇമ്പോർട്ട്സ്. അപ്പോൾ നമ്മൾ ഡോളേഴ്സ് വെച്ച് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഇമ്പോർട്ടിന് കൊടുക്കേണ്ട റുപ്പീസ് ഇസ് വെരി ഹൈ ബിക്കോസ് ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ റുപ്പീസിൻ്റെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ വി ഹാവ് ടു ഗിവ് മോർ റുപ്പീസ് ടു ഇമ്പോർട്ട് ഓയിൽ. അത് ഓൾറെഡി നമ്മൾ ഒരുപാട് രൂപ ഈ ഡോളർ സ്ട്രെങ്തനിങ് കാരണം കൊടുക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം ഇപ്പോൾ ഡോളറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ബിക്കംസ് വെരി ഹൈ. ആൻഡ് ഓബ്വിയസ്ലി ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം ഓബ്വിയസ്ലി വിനോ ലോജിസ്റ്റിക്സ് കോസ്റ്റ് കൂടും, അതിനറൗണ്ടുള്ള കോസ്റ്റുകൾ കൂടും, സാധനങ്ങളുടെ വില കൂടും. ആൻഡ് വെരി സിംപ്ലി പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂട്ടേണ്ട സാഹചര്യം വരും, വിച്ച് ഇസ് നോട്ട് സംതിങ് ദാറ്റ് എ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ആസ് നീഡ്സ് റൈറ്റ് നൗ. അപ്പം ഇങ്ങനെയാണ് ഓയിലിൻ്റെ പ്രൈസ് ശരിക്കും ഇന്ത്യയെ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി എന്തോരം എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അനദർ ക്വസ്റ്റ്യൻ ആണ്. $20 ചേഞ്ച് ക്രൂഡ് ഓയിലിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ GDP-യുടെ 2% ഇത് എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് ക്രൂഡ് ഓയിലിൻ്റെ വില $20 കൂടുകയാണെങ്കിൽ ഇന്ത്യൻ GDP-യിൽ നിന്നും 2% വൈപ്പ് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് പ്രിറ്റി മച്ച് എ ബിഗ് ഇമ്പാക്റ്റ്. അപ്പം ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഈ ന്യൂസുകളൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു എലമെൻ്റാണ്. അതിനോടൊപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഇന്നത്തെ ഇതിൽ പറയാനുള്ളത് ഗോൾഡിൻ്റെ പ്രൈസിനെ പറ്റിയിട്ടാണ്. യൂഷ്വലി എന്തെങ്കിലും വാറോ കാര്യങ്ങളോ നടക്കുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് അങ്ങനെ കുതിച്ച് കയറാറുണ്ട്. പക്ഷേ വി ഹാവ് നോട്ട് സീൻ ഇൻ ദിസ് റീസെൻറ്റ് വീക്ക് ആ ഒരു സംഭവം കണ്ടിട്ടില്ല. ആൻഡ് അതിനും പ്രൈമറി റീസൺ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്. ബിക്കോസ് യൂഷ്വലി ഡോളർ ഇങ്ങനൊരു സ്റ്റേജിൽ ഡോളർ വീക്കൻ ചെയ്യുകയോ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഗോൾഡിലേക്ക് ഒരു സേഫ് ഹാവനായിട്ട് പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്. വെൻ ഡോളർ സ്ട്രെങ്തനിങ് തീർച്ചയായിട്ടും ഗോൾഡിനൊരു കറക്ഷൻ ഫോഴ്സ്ഡ് ആവും. അപ്പം അതുകൊണ്ടുകൂടിയാണ് ഗോൾഡിന് ആ ഒരു ഹ്യൂജ് ചേഞ്ച് ഉണ്ടാവാത്തത്. പക്ഷേ ഇഫ് ദ കണ്ടീഷൻ ഇസ് സ്റ്റേയിങ് ദിസ് വേ, ഗോൾഡ് പ്രൈസ് മൈറ്റ് ചേഞ്ച്. അപ്പം സിറ്റുവേഷൻസ് ആർ വേഴ്സ്. മാർക്കറ്റൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ നെഗറ്റീവ് സ്പേസിലാണുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് മൈറ്റ് ബി ബ്ലീഡിങ്. ബട്ട് ഐ ഡോണ്ട് നെവർ എവർ ട്രൈ ടു സ്റ്റോപ്പ് യുവർ SIPs. ഇത്തരം കാര്യങ്ങളും ചെയ്തിരിക്കുക. ട്രൈ ടു സ്റ്റെപ്പ് അപ്പ് യുവർ SIPs. ദിസ് ഇസ് കൈൻഡ് ഓഫ് റൈറ്റ് ടൈം ടു ബൈ. ആൻഡ് ലെറ്റ്സ് ഹോപ്പ് world is going to be a much better place to live. So yes, that's it for today's Unfiltered Finance. Thank you.